എന്താണെന്നറിയില്ല, ഈ ഒരു ഐറ്റം ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നാൽ തന്നെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ എനിക്ക് ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളും ആട്ടോ. നന്നായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചിക്കൻ 900 ഗ്രാമിൻ്റെ എടുത്തിട്ടുള്ളത് തൊലിയുള്ള ചിക്കനാണ്. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കുക. ഇത് റൈസിലോട്ടും കൂടിയുള്ള മസാല കേട്ടോ. ചേരുവയുടെ ലിസ്റ്റൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ആദ്യം നമ്മൾ ചിക്കൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മസാല എടുത്തിട്ട് അതും സ്പ്രെഡ് ചെയ്യുക. ഒരുപാട് മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കറങ്ങണ കോഴി ഉണ്ടാക്കാൻ പോകുന്നത് ഇംബെക്സ് എയർഷെഫ് എക്സൽ 12 ലിറ്ററിൻ്റെ എയർ ഫ്രയറിലാണ്. 200 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ ചിക്കൻ അല്ലേ. അപ്പോൾ അതവിടെ ഇരുന്ന് കറങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് മന്തി റൈസ് റെഡിയാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിൽ, ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം, കുരുമുളക്, ചെറിയ ജീരകം, നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസ് ഇതിലോട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മുളകും ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെക്കുക. ഇനി ഇതിൻ്റെ അകത്തുള്ള കാണാൻ വേണ്ടിയിട്ട് ഇംബെക്സ് എയർഷെഫ് എക്സലിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ് സീത്രൂ. അപ്പോൾ കറങ്ങണ കോഴിക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടാണ്ട് ബാർബിക്യൂ ഗ്രില്ലുണ്ട്. അതുപോലെ 10 പ്രീസെറ്റ് മെനൂസും ഉണ്ട് കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൽ. ഇംബെക്സിൻ്റെ ഈ എയർഷെഫ് എക്സൽ 12 ലിറ്ററിൻ്റെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഓവൻ്റെ എല്ലാ പേർപ്പസും നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്തെടുക്കാം.